എന്നാൽ ഞങ്ങൾ ഈ കുരു ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. നമ്മൾ മലയാളികൾക്ക് മീൻകറിയൊക്കെ കൂട്ടാതെ ഒരു നേരം കഴിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണല്ലേ. മീൻകറി ഉണ്ടാക്കണേലോ ഈ കുടംപുളി വേണം താനും. കറിക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ കുടംപുളി ഉപയോഗിക്കുന്നത്, ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പല ഭാഗങ്ങളും പല രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ് കേട്ടോ ഈ കുടംപുളിക്ക്. ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത് ഉണക്കാനും ഇത് പ്രിസർവ് ചെയ്ത് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളപ്പം പുതിയൊരു പരിപാടി നടത്താൻ പോവുകയാണ്. പുതിയ പരിപാടിയൊന്നും അല്ല. എന്തുവാ മീര? കൊടയും വടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുടംപുളി വറുക്കാൻ പോവാ. അതെ, കുടയൊക്കെ ആയിട്ട് കുടംപുളി വറുക്കാൻ പോവാ. കാരണം നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണല്ലോ. അപ്പം വെളി ഇറങ്ങണമെങ്കിൽ കുടയില്ലാതെ പറ്റത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ കുടംപുളി പറക്കുകയും വേണം അല്ലേ? അതെ, ഒരു ദിവസം പെറുക്കിയില്ലെങ്കിൽ മുഴുവൻ ചീഞ്ഞു പോകും, പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾക്ക് ഈ ആണ്ടി നല്ലപോലെ പുളി ഉണ്ട് തന്നെ. അപ്പോൾ ഈ പുളി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ പ്രിസർവ് ചെയ്തൊക്കെ വെച്ചാലേ നല്ല കുടംപുളി കിട്ടി മീൻകറിയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കുടംപുളിയൊക്കെ ഇട്ട് മീൻകറി വെക്കുമ്പോൾ ഈ കുടംപുളി എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നും ഇതിൻ്റെ എങ്ങനെയാ അല്ലേ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നോ, ഐ മീൻ എന്തോ പ്രിപ്പറേഷൻ ഉണക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഉള്ള. അപ്പൊ ഞങ്ങൾ ഓർത്തു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയില് കുടംപുളി പെറുക്കുന്നതും ഞങ്ങൾ എങ്ങനെ ഉണക്കുന്നതെന്ന് കാണിച്ചു തരാം. അതൊക്കെ തേരിൽ ഒക്കെ ഇട്ടായിരുന്നു, ഇങ്ങനെ അടുപ്പിന്റെ മേഖലയിലൊക്കെ ഇട്ടായിരുന്നു ഉണക്കുന്നത്. ഇപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ പപ്പായും മമ്മിയും കൂടെ കണ്ടുപിടിച്ച ഒരു അടിപൊളി മാർഗമുണ്ട്, ഞങ്ങൾ അതിലാണ് ഉണക്കുന്നത്. അപ്പൊ നമുക്ക് കുടംപുളി പറക്കാൻ പോവാം, മഴയത്ത് പോവാം. അപ്പം ഞങ്ങൾ മഴയത്ത് കുടയൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മീര പുറയിലുണ്ട് കേട്ടോ. ഞാൻ കൊട്ടയിലാണ് കേട്ടോ പെറുക്കുന്നത്, അപ്പടി മണ്ണായിരിക്കും. അപ്പം പാത്രത്തിലെടുത്താൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ ഇതെല്ലാം വെച്ചിരുന്നത് ഇങ്ങനെ കുറഞ്ഞൊക്കെ എടുത്താൽ കുറച്ച് മണ്ണ് കുറവ് കിട്ടും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പുളി പെറുക്കാം. അപ്പം പിള്ളേരെ കുട എടുത്തോണ്ടാ മീര വന്നേക്കുന്നത് കേട്ടോ, അവർ കാണണ്ട. മഴ പെയ്ത് മുഴുവൻ വെള്ളമാണ് കേട്ടോ മുറ്റത്ത്. മഴ പെയ്ത് നല്ല മൂടി കിടക്കുക കേട്ടോ. മഴയാണെങ്കിൽ നിർത്താതെ പെയ്യുവാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാട്ടോ, ചന്നം ചാരി അങ്ങ് നിൽക്കുക. അതെ അതെ അതെ, കാറ്റും തണുപ്പും. അയ്യോ, അപ്പം നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ്. അപ്പം ഞങ്ങൾ പുളി പറക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പുളി പറക്കാനുള്ള പരിപാടി നോക്കാം. നീര സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഉണ്ടോ പുളി? പുളി കിടക്കുന്ന കണ്ടോ? ഈ മഴയത്ത് ഇങ്ങനെ പുളി ഇങ്ങനെ പൊഴിഞ്ഞു വീണോണ്ടേയിരിക്കും. രണ്ടു നേരമൊക്കെ പെറുക്കാനായിട്ട് ഉണ്ട് ശരിക്കും. രണ്ടു നേരം പെറുക്കാനുണ്ട്. രാത്രിയിൽ കുറെ വീഴും, പിന്നെ വൈകുന്നേരമൊക്കെ അവിടെ കുറച്ച് വീഴും. ഇത് കാറ്റൊക്കെ അടിക്കുമ്പോഴേ ഇവനിങ്ങനെ വീണോണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ കണ്ടോ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ല പുളിയാണേ. ഇതാ ഞങ്ങളുടെ പുളിമരം കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ മുകളിലെല്ലാം നിറച്ച് പുളിയുണ്ട്. ഇതിങ്ങനെ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. കുറെയൊക്കെ അകത്തിങ്ങനെ നമ്മുടെ ഈ ഭാഗത്തോട്ട് കയറാൻ പാടാ. അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്. കിടപ്പുണ്ട്, പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല. ഇത് ഉരുണ്ട് പോകും. അപ്പോൾ നമ്മൾ ഇത്രയും പറക്കി എടുത്തിട്ടുണ്ടേ, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് പോവാം. അതിന് മുമ്പ് അടുത്തുനിന്ന് കാണിക്കാൻ പോകും. അപ്പം നമ്മുടെ പുളി ഇതാ കേട്ടോ, കണ്ടോ? ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ്. ഇത് താഴെ വന്ന് വീഴുമ്പോൾ ചിലതൊക്കെ ഡാമേജ് ഒക്കെ ആവും. പക്ഷേ ഏതായാലും നമുക്കിത് കട്ട് ചെയ്തിട്ടല്ലേ കഴുകണം. കഴുകിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. കഴുകിയിട്ട് നല്ല ഭയങ്കര മണമാണ് കേട്ടോ. ഇത് കഴുകിയിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ ഇത് വെക്കാൻ, അല്ലെ ഉണക്കാനായിട്ട് ഇടാൻ. ഒരു ശകലവേലും മണ്ണിന്റെ തരി ഇരുന്നാലുണ്ടല്ലോ നമ്മുടെ മീൻകറിക്കകത്ത് ആ മണ്ണ് കടിക്കും. അതെ അതെ, അതുകൊണ്ട് പ്രോപ്പർ വാഷിങ് വേണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. കാരണം മുന്നേ കഴുകുകയും വേണം. അതെ, വീണ്ടും വെള്ളത്തിലിട്ടല്ലേ മീനിനകത്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പും വാഷ് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഈ മീനെ ഈ പുളിയെ നമ്മള് പുളി കഴുകിയിട്ട് വേണം, മുറിക്കുന്നതിന് മുന്നേ കഴുകിയിട്ട് വേണം ഉണക്കാൻ വെക്കാൻ. പറഞ്ഞത് ഇത് മീനല്ല കേട്ടോ, ഇത് പുളിയാട്ടോ. ഇവിടെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് ഇത് മീനാണെന്ന്. അല്ല, പുളിയെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കൈ കിടക്കുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. വഴുതനങ്ങ കണ്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഇനി തക്കാളിക്കയുണ്ട്, അത് കാണിക്കാം. നല്ല മഴയാട്ടോ. ഞങ്ങളുടെ തക്കാളിക്കയാണ്.
ഇപ്പം പഴുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളാണ്. ഇതിൻ്റെ പേര് നിത്യവഴുതനങ്ങ എന്നാണേ. ഇതും നല്ലതാണ്, നമുക്ക് മെഴുക്കോട്ടി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ്. ഇതും ഡെയിലി നമുക്ക് വേണേൽ കിട്ടും, ആ രീതിയിൽ ഉണ്ടാവുന്നതാണ്. നല്ലപോലെ വാഷ് ചെയ്താലേ നമുക്ക് കൊള്ളത്തുള്ളൂ കേട്ടോ. വാഷിങ്ങിൻ്റെ കാര്യത്തിൽ ആരും ഒരു കോംപ്രമൈസും വെക്കരുത്, നല്ലപോലെ വാഷ് ചെയ്തോണം. ഓരോന്നിനും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് മണ്ണ് കാണും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തില്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് നല്ലപോലെ നമുക്ക് കഴുകാം. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ. എനിക്കിത് കീറി ഇതിൻ്റെ കുരു എടുത്ത് മാറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇത് കുറേ കുരുവുണ്ട്. അപ്പോൾ ഈ കുരുവൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. ശരിക്കും ഉണ്ടല്ലോ, ഈ കുരു ഇങ്ങനെ തിന്നാൻ നല്ലതാണ്. ചിലതിന് നല്ല മധുരമായിരിക്കും. നമ്മുടെ മാംഗോസ്റ്റിനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കുരുവൊക്കെ മാറ്റി നമുക്ക് മാറ്റാം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഒരു കുരു. എന്നാൽ ഞങ്ങൾ ഈ കുരു ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ഒരു പ്രത്യേകതരം രുചിയാണ് കേട്ടോ, പ്രത്യേകതരം രുചി. മാംഗോസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ലേ? മാംഗോസ്റ്റ് കഴിക്കുന്നുണ്ട്. നല്ല കുരു നോക്കി എടുത്താൽ കഴിച്ചോ കേട്ടോ, ധൈര്യമായിട്ട് കഴിച്ചോ. ചിലതിന് പുളിയായിരിക്കും, മിക്കതിനും ചെറു മധുരവും കാണും. നമുക്ക് പുകയ്ക്കാൻ വേണ്ടിയുള്ള തീയാണ് കൂട്ടുന്നത്. ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇതുപോലെ തൊണ്ട് കമത്തി വെക്കുവാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാര്യം തീയല്ല വേണ്ടത്, ഇതിന് പുകയാ വേണ്ടത്. ഇത് തലേ ദിവസമൊക്കെ നമ്മൾ പറക്കി ഉണക്കാൻ വെച്ചിട്ടുള്ള പുളിയാണ്. ഇത് ശരിക്കും ഉണങ്ങിയതൊക്കെ ഉണ്ട് ഇതില്, ഈ സൈഡിലൊക്കെ ഉണങ്ങിയതൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ചൂട് കൊണ്ടിട്ട് വേണം നമ്മളിത് മാറ്റാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഈ തൊണ്ട് പുകഞ്ഞു തുടങ്ങി. അപ്പം നമുക്ക് വീട്ടിൽ തേര് പോലെ കെട്ടാനായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് കേട്ടോ ഇത്. ഈ ഇരുമ്പിന്റെ ചെറിയൊരു വല, നമ്മുടെ ഇച്ചിരി കട്ടിയുള്ളതാണേ, അതിങ്ങനെ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് ഞങ്ങളിതിങ്ങനെ 4 വശവും കെട്ടി ഇങ്ങനെ ഒരു ജനലയിലോട്ടോ കെട്ടി വെച്ചേക്കുന്നത്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത, ഇതൊന്നും ഞങ്ങളെ ആരും പഠിപ്പിച്ചതല്ല. ഞങ്ങൾ ഈ പുകയ്ക്കുന്നത് എല്ലാം ഞങ്ങളുടെ ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോ ഇന്നത്തെ പുളിയാണ്, ഇത് പിന്നാത്തോട്ട് വെക്കുക. മറ്റേന്റെ കൂട്ടത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഉണങ്ങുന്ന അനുസരിച്ചിട്ട് ഞങ്ങളിത് മാറ്റും. ഒരു നല്ല പുക വന്നു കഴിയുമ്പം ഇതിനകത്ത് ഉണങ്ങിയതൊക്കെ അങ്ങ് ഞങ്ങൾ മാറ്റി വെക്കും. ഇത് ശരിക്കും വർഷങ്ങളായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണുമ്പം നിങ്ങൾ ചെയ്യുന്ന രീതിയൊക്കെ കമന്റ് ചെയ്യണേ. കാരണം ഞങ്ങൾ ഇതിനകത്തൊരു പുതിയ ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ പണ്ട് മുതൽ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഇതിന്റെ പ്രോപ്പർ വേ ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം അടിക്ക് നമുക്ക് കേട്ടണം. അപ്പൊ ഇവനെ എല്ലാം നമ്മൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു എങ്ങനെ പോയാലും ഒരാഴ്ച എടുക്കും ഇതൊന്ന് ഉണങ്ങി ഒരു പരുവം എത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഒരു 3-4 ദിവസത്തെ പുളിയാണ് ഈ ഒരു തട്ടിൽ ഇപ്പൊ കാണുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തിയാണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം നമ്മുടെ പുളിയൊക്കെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. നല്ലപോലെ ഉണങ്ങി കഴിയുമ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ തേച്ച് തിരുമ്മി വെക്കണം. അല്ലെങ്കിൽ ഇത് കട്ടിയായിട്ടിരിക്കും. എണ്ണയും ഉപ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല മയമായിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ പോയിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും പുളി ഉള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പം ഞങ്ങൾ സൈനിങ് ഓഫ് ഫ്രം വിറകുപുര. ബൈ.